2 ദിവസം മുമ്പ് സമ്മർ മീഡിയയിൽ ഇട്ട ഒരു കമ്മ്യൂണിറ്റി പോളാണത്. 3,59,000 പേര് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ആദ്യം മുതൽ ഒറ്റയ്ക്ക് കളിച്ച് മുന്നേറിയ മത്സരാർത്ഥി ആരാണ്? ഇവരിൽ ആർക്കാണ് നിങ്ങൾ ഹോട്ട് സ്റ്റാറിൽ വോട്ട് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും ഹോട്ട് സ്റ്റാർ എന്നാണ് നൽകേണ്ടത്, പക്ഷേ ഹോസ്റ്റ് സ്റ്റാർ എന്നായിപ്പോയി ടൈപ്പ് ചെയ്തപ്പോൾ. പക്ഷേ ഒരിക്കൽ പബ്ലിഷ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കമ്മ്യൂണിറ്റി പോളുകൾ ഡിലീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, എഡിറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹോസ്റ്റ് സ്റ്റാർ എന്ന് തന്നെയാണ് ഇപ്പോഴും അവിടെ കിടക്കുന്നത്. സോ ഈ പോൾ അനുസരിച്ച് ജിൻഡോയ്ക്ക് 67%, ജാസ്മിന് 16%, അർജുന് 12%, അഭിഷേക്, ഋഷി എന്നിവർക്ക് 5%. ശ്രീധുവിനെ ആഡ് ചെയ്തില്ല, കാരണം അതിലും താഴെയാണ് മുൻപുള്ള പല പോളുകളിലും, അതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി പോൾ അനുസരിച്ചാണെങ്കിൽ ഈ സീസണിൽ ജിൻഡോ വിജയിക്കാനുള്ള സാധ്യതകളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ജാസ്മിൻ ഫസ്റ്റ് റണ്ണറപ്പ് ആവുകയും ചെയ്യും. ഒരുപാട് കളിയാക്കലുകൾക്കും പരിഹാസങ്ങൾക്കും ഇരയായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ജിൻഡോ. പലരും മണ്ടനെന്നും പൊട്ടനെന്നും ഒക്കെ വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട്. നിറത്തിന്റെ പേരിൽ പുറത്ത് വലിയ കളിയാക്കലുകൾക്ക് ഇരയായിട്ടുണ്ട്. ഈ പറയുന്ന PR-കളുടെ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. നിറത്തിന്റെ പേരിൽ മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന സത്യഭാമമാരുള്ള നാട്ടിൽ ഈ പരിഹാസങ്ങൾക്കെല്ലാം ഇരയായി അതിനെയൊക്കെ അതിജീവിച്ച് വിജയ കിരീടത്തിലേക്ക് ജിൻഡോ നടന്നെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അർഹിക്കുന്ന വിജയമാണ്. അത് സമൂഹത്തിന് വലിയൊരു സന്ദേശം കൂടിയായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി എന്തുകൊണ്ട് ഈ കമ്മ്യൂണിറ്റി പോളിനെ നമ്മളിങ്ങനെ മുഖവിലേക്ക് എടുക്കുന്നു എന്നുള്ളത് എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്. എനിക്ക് തോന്നി കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈവൻ ഇന്നലെ കൂടി. അപ്പം ഞാൻ ഒരു ഉദാഹരണം കൂടി ഇവിടെ വയ്ക്കാം. നമ്മൾ എപ്പോഴും എടുക്കുന്ന സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റി പോളുകൾ എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്ന ഒരു എവിഡൻസ് ഉണ്ട്. സീസൺ 5-ലെ നമ്മുടെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ, ഞാൻ സമ്മർ മീഡിയ ചാനലിൽ നടന്ന കമ്മ്യൂണിറ്റി പോളുകളുടെ അവസാന നാളുകളിൽ നടന്ന റിസൾട്ടുകളാണ് പ്രേക്ഷകർ കാണുന്നത്. അതായത് നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് ഫിനാലെ ടൈമിൽ നമ്മളിട്ട പോസ്റ്റുകളാണ്. അതിൻ്റെ റിസൾട്ട് നോക്കുക. അഖിൽ മാരാർ 75%, റനീഷ 12%, ശോഭ 6%, ജുനൈസ് 7%. ഇതനുസരിച്ചാണ് ആ ഒരു ഫിനാലയിൽ ടോപ്പ് 4 വന്നിരിക്കുന്നത്. ജുനൈസ് 3rd വന്നു, ശോഭ 4th വന്നു, റനീഷ 2nd വന്നു, അഖിൽ 1st വന്നു. ഞാൻ ആ സമയത്തിട്ട കമ്മ്യൂണിറ്റി പോളുകളുടെ എല്ലാം റിസൾട്ട് ഈ വിധത്തിലായിരുന്നു. അതായത് 1ാമത് അഖിൽ, 2ാമത് റനീഷ, 3ാമത് ജുനൈസ്, 4ാമത് ശോഭ. ജുനൈസും ശോഭയും തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുന്ന പ്രേക്ഷകർ മാത്രമാണ് കമ്മ്യൂണിറ്റി പോളുകളിൽ വോട്ട് ചെയ്യുന്നത്. ഇവിടെ ഈ പറയുന്ന ഇൻസ്റ്റാ, FB ഉടായ്പൊന്നും നടക്കില്ല, കാരണം ഇത് ഗൂഗിളിന്റെ കമ്പനിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന കമ്മ്യൂണിറ്റി പോളുകൾ എത്ര ആക്യുറേറ്റ് ആണ് എന്നുള്ളത് ഈ ഒറ്റ ഒരു കഴിഞ്ഞ സീസണിലെ പോള് തന്നെ നമുക്ക് തെളിയിക്കുന്നതാണ്. സീസൺ 4-ലും ഇതുപോലെ കൃത്യമായി നമുക്ക് ടോപ്പ് 4 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സീസൺ 3-ലും വളരെ കൃത്യമായിട്ട് നമുക്ക് 1st, 2nd, 3rd വളരെ കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്മ്യൂണിറ്റി പോളുകളാണ് ഇന്നലെ വരെയും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ആ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സീസൺ 6-ന്റെ കപ്പ് ജിൻഡോയുടെ കയ്യിലിരിക്കും. ഫസ്റ്റ് റണ്ണറപ്പ് ആവാനുള്ള ഏറെ സാധ്യതയുള്ളത് ജാസ്മിനാണ്. പക്ഷേ ജാസ്മിനും ഈ പറയുന്ന അർജുനും തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ചിലപ്പോൾ എന്തും സംഭവിക്കാം. പക്ഷേ ജിൻഡോ വിജയിക്കാനുള്ള സാധ്യത തന്നെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.